ഈ KN കുഞ്ഞഹമ്മദിനെ പറ്റി ഇപ്പോൾ പറഞ്ഞിരുന്നല്ലോ, അദ്ദേഹത്തിൻ്റെ ഒരു പ്രസിദ്ധമായ അന്നത്തെ പ്രയോഗം കാളയും കാളനും എന്നുള്ളത്, അത് വലിയ ചർച്ച ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മാറ്റം ഇടതുപക്ഷത്തിൽ കൂടിയും വന്നു തുടങ്ങി. അതായത് ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമി കൊണ്ടുവന്ന മാറ്റം, അതാണ് പിന്നെ KNന് ശേഷം ഉണ്ടായത്. തീർച്ചയായിട്ടും അതൊരു ഏതെങ്കിലും ഒരു വ്യക്തിയുടെ വാദമായിരുന്നില്ല. അതെ, പകരം അതിൻ്റെ പിന്നിൽ കൃത്യമായിട്ടുള്ള അജണ്ടയോട് പ്രവർത്തിക്കുന്ന ഒരു സംഘമുണ്ടായിരുന്നു, ഒരു പ്രത്യയശാസ്ത്രമുണ്ടായിരുന്നു. പക്ഷേ ആ പ്രത്യയശാസ്ത്രത്തെ മനസ്സിലാക്കുവാൻ ഇടതുപക്ഷ പ്രവർത്തകർക്കോ എഴുത്തുകാർക്കോ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ അവർ മനസ്സിലാക്കുന്നുണ്ട്, തിരുത്തുന്നുണ്ട് തീർച്ചയായിട്ടും. പക്ഷേ അവരുടെ കയ്യിൽ നിന്ന് വിട്ടുപോയി. അതുകൊണ്ടാണ് KNനെ മാറ്റിയിട്ട് സുനിൽ പി ഇളയിടത്തെ കൊണ്ടുവന്നിട്ടുള്ളത്. നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും, ഈ സുനിൽ പി ഇളയിടം മഹാഭാരതത്തിൻ്റെ വ്യാഖ്യാനവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഉടനീളം പ്രസംഗിച്ചു, പ്രഭാഷണ പരമ്പര സംഘടിപ്പിച്ചു. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? അതുവരെ മഹാഭാരതമോ രാമായണമോ ഇടതുപക്ഷ പ്രവർത്തകർ കാര്യമായി കണ്ടിട്ടേ ഇല്ല. അവർ അവഗണിച്ചു. ആ ഒരു ഇന്ത്യൻ മിത്തോളജിയും തീണ്ടാപ്പാടകളെ നിർത്തിയ ഒരു പ്രസ്ഥാനമാണ് ഇടതുപക്ഷം, നമുക്കറിയാം. പക്ഷേ KNനും PK പോക്കറും അടക്കമുള്ളവർ ഒരുക്കിയിട്ടുള്ള മണ്ണിൽ ഈ പറഞ്ഞ ഹൈന്ദവ വിശ്വാസികൾക്ക് എതിർപ്പുണ്ട് എന്ന് മനസ്സിലായപ്പോൾ അവർ ഈ മിത്തോളജിയെ പഠിക്കുവാനും, ആ പഠിച്ചിട്ട് പോസിറ്റീവായി പഠിക്കാനല്ല ഉദ്ദേശിച്ചത്, നെഗറ്റീവായി പഠിച്ചിട്ടെങ്കിലും അവർ അതിലേക്ക് എത്തി. പക്ഷേ സുനിൽ പി ഇളയിടത്തിൻ്റെ പ്രഭാഷണമൊക്കെ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കി, അണികൾക്കിടയിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കി. ഇതുവരെ ഈ പറഞ്ഞിട്ടുള്ള മിത്തോളജിയെ അകറ്റി നിർത്തിയിട്ട് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഇതുമായി പൊരുത്തപ്പെടണം എന്ന് പറയുമ്പോഴുണ്ടാകുന്ന ഒരു കൺഫ്യൂഷൻ അണികൾക്കുണ്ടായി, സാംസ്കാരിക പ്രവർത്തകർക്കുണ്ടായി. അതിൻ്റെ വിമർശനമൊക്കെ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഇങ്ങനെ നമ്മുടെ ഈ പറയുന്ന ഇടതുപക്ഷത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു പരിമിതി എന്ന് പറയുന്നത്, അവർ ഈ ബുദ്ധിജീവി സംഘത്തെ സെലക്ട് ചെയ്യുമ്പോൾ അവർക്ക് ഒരുപാട് അബദ്ധം പറ്റുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, ഈ ബുദ്ധിജീവി സംഘം എന്ന് പറയുന്ന ഒരു സംഘമുണ്ടല്ലോ, ബുദ്ധിജീവികൾ എന്ന് പറയുന്നത്, വാസ്തവത്തിൽ ഇത് റഷ്യയുടെ സൃഷ്ടിയാണ്. സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് ആദ്യമായിട്ട് ബുദ്ധിജീവി സംഘം ഉണ്ടായിട്ടുള്ളത്. സ്റ്റാലിൻ്റെ വിശ്വസ്തനായിട്ടുള്ള ഷഡനോവായിരുന്നു റഷ്യയിലെ അക്കാലത്തെ ബുദ്ധിജീവികളുടെ തലവൻ. ഒരു കവി എന്തെഴുതണം, ഒരു കഥാകാരൻ എങ്ങനെ എഴുതണം എന്നൊക്കെ തീരുമാനിക്കുന്ന അദ്ദേഹമായിരുന്നു. റഷ്യയുടെ വിപ്ലവത്തെക്കുറിച്ച്, റഷ്യയുടെ വികസനത്തെക്കുറിച്ചൊക്കെ കവിത എഴുതാൻ വേണ്ടിയിട്ട് ആജ്ഞാപിച്ച ഒരാളാണ് ഷഡനോവ്, നമുക്കറിയാം. ആ ഒരു ബുദ്ധിജീവി സംഘത്തിൻ്റെ മാതൃകയിലാണ് വാസ്തവത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തുടക്കം മുതലേ ഈ ബുദ്ധിജീവി സംഘത്തെ ഇവിടെ രൂപപ്പെടുത്തിയിട്ടുള്ളത്. അല്ലാതെ സമൂഹം അംഗീകരിച്ചിട്ടുള്ള ബുദ്ധിശാലികളായിട്ടുള്ള ആൾ എന്ന അർത്ഥത്തിലല്ല നമ്മൾ ബുദ്ധിജീവികൾ എന്ന് പറയുന്നത്. പകരം പാർട്ടിക്ക് വേണ്ടിയിട്ട്, പാർട്ടിയുടെ പ്രതിരോധം കവചം എന്ന രീതിയിൽ ഒരു സൈന്യമായിട്ട്, ബൗദ്ധിക സൈന്യമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ. അങ്ങനെയുള്ള ആൾക്കാർക്ക്, അങ്ങനെയുള്ള ബുദ്ധിജീവികൾക്ക് വാരികകളിൽ എഴുതാൻ അവസരം കൊടുത്തു, പ്രസംഗിക്കാൻ വേദി കൊടുത്തു, സർവകലാശാലകളിൽ അവർക്ക് നിയമനം കൊടുത്തു. ഇങ്ങനെ അവർ വളർത്തിക്കൊണ്ടുവന്നിട്ടുള്ള ഒരു ടീമാണ് വാസ്തവത്തിൽ ബുദ്ധിജീവി സംഘം എന്ന് പറയുന്നത്. തുടക്കകാലത്ത് EMSൻ്റെ കാലത്തൊക്കെ P. ഗോവിന്ദപിള്ളയും അതുപോലെ തന്നെ തായട്ട ശങ്കരനും അടക്കമുള്ളവരൊക്കെ ഉണ്ടായിരുന്നു. അവർക്ക് വാസ്തവത്തിൽ ആധികാരികമായ ധാരണയുണ്ടായിരുന്നു ഇതിനെക്കുറിച്ച് എന്താണെന്നും. അത്രയൊന്നും മനുഷ്യത്വ വിരുദ്ധമായ സമീപനങ്ങളിലേക്ക് അവർ പോകേണ്ടി വന്നിട്ടില്ല. പക്ഷേ പിന്നീട് അവർക്ക് ശേഷം വന്നിട്ടുള്ള MN വിജയൻ തൊട്ടാണ് വാസ്തവത്തിൽ ഈ പാർട്ടിയും ബുദ്ധിജീവി സംഘവും തമ്മിലുള്ള പ്രശ്നം ആരംഭിക്കുന്നത്. വാസ്തവത്തിൽ MN വിജയൻ ബ്രണ്ണൻ കോളേജിലെ ഒരു മലയാള അധ്യാപകൻ മാത്രമായിരുന്നു. അദ്ദേഹം സാഹിത്യ വിമർശനങ്ങളൊക്കെ എഴുതിക്കൊണ്ടിരുന്ന കാലഘട്ടത്തിലാണ് അദ്ദേഹത്തെ ഈ പാർട്ടി ഏറ്റെടുക്കുന്നത്. വാസ്തവത്തിൽ പാർട്ടിയാൽ നിർമ്മിക്കപ്പെടുകയും പാർട്ടിയാൽ സംഹരിക്കപ്പെടുകയും ചെയ്തിട്ടുള്ള ആദ്യത്തെ ബുദ്ധിജീവി MN വിജയനാണ്. അദ്ദേഹം പാർട്ടി കൊണ്ടുവന്നിട്ടുള്ള, പാർട്ടി വേദി കൊടുത്തു, പാർട്ടി പ്രസിദ്ധീകരണങ്ങൾ എഴുതാൻ വേണ്ടി അവസരം കൊടുത്തു. അങ്ങനെയാണ് അദ്ദേഹം വളർന്നു വന്നിട്ടുള്ളത്. പക്ഷേ അവസാനം ചില സൗന്ദര്യ പിണക്കങ്ങൾ ഒക്കെയോ പ്രശ്നങ്ങളൊക്കെ, അതൊക്കെ ആദർശം എന്നൊക്കെ പറയാമെങ്കിലും അതിൻ്റെയൊക്കെ പിന്നിൽ ഒരുപാട് വ്യക്തിപരമായ പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതിനുശേഷം പാർട്ടിയിൽ നകലുകയും ഒടുവിൽ പാർട്ടി സെക്രട്ടറി തന്നെ തള്ളിപ്പറയുകയും ചെയ്ത് അവസാനം അതിനുശേഷമാണ് KN കുഞ്ഞഹമ്മദിന് ഈ ഒരു ബുദ്ധിജീവി പട്ടം അല്ലെങ്കിൽ നേതാവായിട്ട് മാറ്റം കൊടുക്കുന്നത്, അല്ലെങ്കിൽ പാർട്ടി കൈമാറുന്നത്. KN കുഞ്ഞഹമ്മദും PK പോക്കറും അടങ്ങുന്ന ആ സംഘം വളരെ പെട്ടെന്ന് തന്നെ മതമൗലികവാദികളുടെ ഒരു ചട്ടുകമായിട്ട് മാറുകയും അവരുണ്ടാക്കുന്ന പ്രശ്നങ്ങളൊക്കെ പാർട്ടിക്ക് തലവേദനയായിട്ട് മാറുകയും സ്വത്വവാദം വലിയ പ്രശ്നമായിട്ട് മാറുകയും ചെയ്തപ്പോൾ ആ ഒരു ബുദ്ധിജീവി സംഘത്തെ പിരിച്ചുവിടുകയും അതിന് പകരമായിട്ട് സുനിൽ പി ഇളയിടത്തിന് ചാർജ് കൊടുക്കുകയും ചെയ്തു. അങ്ങനെയാണ് സുനിൽ പി ഇളയിടം മഹാഭാരതം വായിക്കുന്നത് ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം. പക്ഷേ അദ്ദേഹത്തിന് അതിനെക്കൊണ്ടൊന്നും വലിയ പ്രയോജനം ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങൾ പിന്നീട് ആരംഭിക്കുന്നതേ ഉണ്ടായിട്ടുള്ളൂ. അത് നമുക്ക് പിന്നീടൊരു അവസരത്തിൽ സാന്ദർഭികമായിട്ട് പറയാമെന്ന് കരുതുന്നു. അപ്പോൾ ഇതാണ് ഈ ബുദ്ധിജീവി സംഘത്തിൻ്റെ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ. ഇതെല്ലാം ആലോചിച്ച് നോക്കൂ, എല്ലാം മലയാള അധ്യാപകരാണ്. MN വിജയൻ അടക്കം, MN വിജയൻ മുതൽ ഇങ്ങോട്ട്
സുനിൽ പിയുടെ ഇവരുള്ളൊരു മലയാള അധ്യാപകരാണ്. അവർക്ക് സാഹിത്യവുമായിട്ട് ബന്ധമുണ്ട്, സംസ്കാരവുമായിട്ട് ബന്ധമുണ്ട്. അതുകൊണ്ട് ഇവരിലൂടെ ഈ ഒരു ബൗദ്ധിക ലോകം നിർമ്മിച്ചെടുക്കാമെന്നുള്ളൊരു ഒരു ഒരു തെറ്റിദ്ധാരണ പാർട്ടിക്കുണ്ടായിരുന്നു. അതൊക്കെ അബദ്ധത്തിലാണ് കലാശിച്ചിട്ടുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഒരു പൊതുബോധം സൃഷ്ടിച്ചിട്ടുള്ളത്, ഈ പൊതുബോധത്തെ ജമാഅത്തെ ഇസ്ലാമി സൃഷ്ടിച്ച ഈ പൊതുബോധത്തെ മറികടക്കാൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ല. ആ ഒരു പ്രശ്നമാണ് ഇപ്പോഴും പാർട്ടി അനുഭവിക്കുന്നത്. ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലൂടെ കടന്നു പോകാം. അത് സാഹിത്യം മാത്രമല്ല, നമ്മുടെ സാംസ്കാരിക രംഗത്ത് ഇപ്പോൾ മലബാർ കലാപത്തെക്കുറിച്ച്, അതിനെക്കുറിച്ച് EMSൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം നമുക്ക് വായിക്കാൻ പറ്റും. എങ്ങനെയാണ് മലബാർ കലാപത്തെ, മാപ്പിള ലഹളയെ CPM അക്കാലത്ത് സമീപിച്ചിട്ടുള്ളത്? എന്തായിരുന്നു ഷബാനു കേസിൽ CPMൻ്റെ നിലപാട്? പക്ഷേ ഇന്ന് ആ നിലപാട് അവർക്ക് പറയാൻ കഴിയുമോ? എന്തുകൊണ്ട് കഴിയുന്നില്ല? അവിടെ ഞാൻ പറഞ്ഞു വരുന്നത് 90-കൾക്ക് ശേഷം ജമാഅത്തെ ഇസ്ലാമി ഇടതുപക്ഷത്തെ പിടിമുറക്കി കഴിഞ്ഞു. ഇത് ഷിഫ്റ്റിൻ്റെ പ്രത്യേകത ഇതാണ് സംഭവം. ഇത് സാഹിത്യത്തിലും എങ്ങനെ വന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇതാണ് ആമുഖമായിട്ട് എനിക്ക് പറയാനുള്ളത് ഇതിനെക്കുറിച്ച്.